എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. PNC മാക് BSc നഴ്സിംഗിൻ്റെ ഒരു പുതിയ അപ്ഡേറ്റ് ആണ്. അതായത് കണ്ണൂരിലും കാസർഗോഡിലും BSc നഴ്സിംഗ് സീറ്റ്സൊക്കെ ഒഴിവുണ്ട്. സോ അങ്ങനെയുള്ള വേക്കൻറ്റ് സീറ്റ്സൊക്കെ ഫിൽ ചെയ്യാനായിട്ട് ഇവിടെ കാണുന്ന നമ്പറിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും പിന്നെ ഇൻഡെക്സ് മാർക്കും എന്ത് ചെയ്യുക, SMS അയയ്ക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ നോക്കുമ്പോൾ കാണാനായിട്ട് സാധിക്കും. ഫ്യൂ സീറ്റ്സ് ലെഫ്റ്റ് ഇൻ കണ്ണൂർ ആൻഡ് കാസർഗോഡ്. SMS യുവർ ആപ്ലിക്കേഷൻ ആൻഡ് ഇൻഡെക്സ് മാർക്ക് ടു ഈ ഒരു നമ്പർ, അതായത് 7902226133 എന്ന് പറയുന്ന ഈ ഒരു നമ്പറിൽ നിങ്ങളുടെ ആപ്ലിക്കേഷനും പിന്നെ ഇൻഡെക്സ് മാർക്കും SMS ആയിട്ട് അയക്കുക. പിന്നെ നേരത്തെ 6th സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് എടുത്ത ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ 411 ആണ്. നിങ്ങൾക്ക് അതിൻ്റെ ലിസ്റ്റും ഒഫീഷ്യൽ സൈറ്റിൽ കാണാനായിട്ട് സാധിക്കും. പിന്നെ അതുകൂടാതെ തന്നെ വെയിറ്റിംഗ് ലിസ്റ്റിലുള്ളവരുടെ ഡീറ്റെയിൽസും കാണാനായിട്ട് സാധിക്കും. ഏകദേശം 50 കാൻഡിഡേറ്റ്സ് ആണ് വെയിറ്റിംഗ് ലിസ്റ്റിലുള്ളത്. അതായത് അവർക്കാണ് ഇനി അടുത്ത അലോട്ട്മെൻറ്റ് അഥവാ വേക്കൻറ്റ് സീറ്റ്സ് ഉണ്ടെങ്കിൽ അടുത്ത അലോട്ട്മെൻറ്റിൽ അവർക്ക് കിട്ടാനുള്ള ചാൻസസും ഉണ്ട്. സോ ഇത് കഴിഞ്ഞതിന് ശേഷം കോളേജിൽ ആരൊക്കെ ജോയിൻ ചെയ്തു, ആരൊക്കെ ജോയിൻ ചെയ്തില്ല എന്ന് അറിയാനായിട്ട് നമുക്ക് സാധിക്കും. 2-3 ദിവസത്തിനുള്ളിൽ തന്നെ ആ ലിസ്റ്റ് അപ്ഡേറ്റ് ആവുന്നതായിരിക്കും. സോ അപ്പോൾ ആരൊക്കെയാണ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ട് കോളേജിൽ ജോയിൻ ചെയ്തത്, കോളേജിൽ ജോയിൻ ചെയ്തിട്ടില്ല എന്ന് അറിയാനായിട്ട് സാധിക്കും. സോ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സീറ്റ് വേക്കൻസി വരുന്നതും അടുത്ത അലോട്ട്മെൻറ്റിന് വേണ്ടിയുള്ള കോളേജ് ഓപ്ഷൻസ് രജിസ്ട്രേഷൻ പ്രോസസ്സൊക്കെ നടക്കുന്നതും. സോ എല്ലാവരും അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുക. മെജോറിറ്റി എല്ലാ കോളേജസിലും തന്നെ ക്ലാസ്സസൊക്കെ ഇന്ന് നവംബർ 3-ാം തീയതിയൊക്കെ സ്റ്റാർട്ടായി. സോ അലോട്ട്മെൻറ്റ്സ് ഒക്കെ ഫൈനൽ സ്റ്റേജിലേക്ക് പോകുകയാണ്. 6th സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ അവസാനം എടുത്ത ഇൻഡെക്സ് 411 ആണ്. സോ അടുത്ത അലോട്ട്മെൻറ്റ് അഥവാ ഉണ്ടെങ്കിൽ വെയിറ്റിംഗ് ലിസ്റ്റിൽ ഉള്ളവരെ എന്ത് ചെയ്യും, കൺസിഡർ ചെയ്യുന്നതായിരിക്കും സീറ്റ് വേക്കൻസിയുടെ അടിസ്ഥാനത്തിൽ. സോ എല്ലാവർക്കും ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും താങ്ക് യു.